നമസ്കാരം. അയോധ്യയിലെ പൂജാവിധികളിൽ നമ്മുടെ കേരളീയ പൂജാ സങ്കല്പങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. മന്ത്രങ്ങളിലായാലും ചടങ്ങുകളിലായാലും ഒക്കെ തന്നെ പ്രാദേശികമായ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ചടങ്ങുകൾ ഏതാണ്ട് സമ്പൂർണ്ണമായി വീക്ഷിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഇത്തരം പ്രതിഷ്ഠ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ പലപ്പോഴും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അറിയില്ല എന്നേ ഉള്ളൂ. ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുത്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് നേതൃത്വം കൊടുത്തവരും ഒരു വേള ഇത് ശ്രമിക്കുന്നുണ്ടാകാം, കാണുന്നുണ്ടാകാം. അപ്പം ആ പ്രതിഷ്ഠാവിധി പ്രകാരം നമ്മുടെ കേരളീയ പ്രതിഷ്ഠാവിധി പ്രകാരം തന്നെയുള്ള പൂജകൾക്ക് ഏതാണ്ട് സമാനമായി തന്നെയാണ് ഈ പൂജാവിധികളൊക്കെ തന്നെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യപൂജാരി, പ്രധാനപ്പെട്ട മേൽശാന്തി എന്നിവിടെ പറയുന്ന പൂജാരി മുഖം മറച്ചുകൊണ്ട്, നരേന്ദ്രമോദി മംഗളാരതി ഒഴിഞ്ഞുകൊണ്ട്, മോഹൻ ഭഗവത് മംഗളാരതി ഒഴിഞ്ഞുകൊണ്ട്, പ്രത്യേകമായ ഒരു തുണിയിൽ ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയുള്ള പൂജാവിധി ക്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. മണികൊട്ടിക്കൊണ്ടുള്ള മംഗളാരതി, നമ്മൾ കർപ്പൂര ആരാധന എന്ന് പറയുന്നത് പോലെ അവിടെ വിളക്ക് ആരാധനയാണ്. പല തട്ടുകളായുള്ള വിളക്ക്, നമ്മുടെ ഇവിടെയും അതുണ്ട്. വിളക്ക് ആരാധനയാണ് നടക്കുന്നത്. അതിനുശേഷം പുഷ്പ സമർപ്പണം നടക്കുന്നുണ്ട്. എല്ലാം ഏതാണ്ട് സമാനമായ രീതിയിൽ, മാറ്റങ്ങളുണ്ട് എന്നാൽ പോലും സമാനമായ രീതിയിലുള്ള ചടങ്ങുകളും മറ്റുമാണ് അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിത്യപൂജയിലും അതുതന്നെ വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതേക്കുറിച്ച് കൂടുതൽ നമുക്കറിയേണ്ടതുണ്ട്. നിത്യപൂജ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്, ഷോഡശ സംസ്കാര പ്രകാരമുള്ള പൂജാവിധിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം അവിടെ നടക്കുന്നത്, അവിടെ ഉള്ള ഈ പൂജാരിമാരുമായി ബന്ധപ്പെട്ട അവരുമായി സംസാരിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പൂജാവിധികളും അവിടുത്തെ കർമ്മങ്ങളും ഇവിടുത്തെ കർമ്മങ്ങളുമായിട്ടൊക്കെ തന്നെ ഒരു അഭേദ്യമായ സാമ്യമുണ്ട്, ബന്ധമുണ്ട് എന്നുള്ളതാണ് ചടങ്ങുകൾ ഇതുവരെ വീക്ഷിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ ഈ പ്രായോഗികമായ ചില മാറ്റങ്ങൾ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ആധുനിക കാലത്ത് അങ്ങനെ തന്നെയാണ്. കാരണം പണ്ടുണ്ടായിരുന്ന ദ്രവ്യങ്ങളായിരിക്കില്ല ഇപ്പോൾ ലഭിക്കുന്നത്. പണ്ടൊക്കെ എല്ലാ തരത്തിലും പ്രകൃതിദത്തമായ വിഭവങ്ങളൊക്കെ തന്നെയായിരുന്നു പൂജാദ്രവ്യങ്ങളായി നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് അതിൽ മാറ്റങ്ങൾ വന്നേക്കാം, മാറ്റങ്ങൾ വരും. പണ്ടുകാലത്ത് പൂജാവിധികൾക്ക് പച്ച പൊടിയായി ഉപയോഗിച്ചിരുന്നത് നെന്മേനി വാഗയുടെ ഇല ഉണക്കിപ്പൊടിച്ചതാണ് പൂജാതി കാര്യങ്ങൾക്ക് ഈ കളം വരയ്ക്കുന്നതിനും മറ്റും. പക്ഷേ ഇപ്പോൾ പച്ച കളർ കിട്ടും, അതാണ് ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ചില ആധുനിക കാലത്തെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ പൂജാവിധികളുടെ ക്രമവും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ പണ്ടത്തേതും ഇപ്പോഴത്തേതും ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് അയോധ്യയിൽ നേരത്തെ, അതായത് പണ്ട് ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്ന കാലത്ത് ഋഷിമുനിമാർ ചെയ്തിരുന്ന പൂജാവിധികളുടെ ഒരു ആധുനികവൽക്കരിച്ച രൂപമാണ് ഇവിടെ ഒരു വേള നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. പൂജാവിധികൾ ഏതായാലും ഇന്ന് സമ്പൂർണ്ണമായി തന്നെ പൂജാവിധികളുമായി മുമ്പോട്ട് പോകും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആ ഒരു പൂജാവിധികളുടെ ആ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകമായുള്ള അകത്തുള്ള പ്രത്യേക പൂജകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അയോധ്യ ശ്രീരാമ മഹാക്ഷേത്രത്തിൽ നടക്കും.